ഈ നബിദിനത്തിന് ഞാൻ കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ. കൂട്ടാ ഈ മാസം ലീവിൽ കിട്ടോ റബിലാവ് കജ്ജോളം ഫുള്ള് തിരക്കാണ്. പൂപ്പിളേ ഇവിടെ പിരിവാണല്ലോ ഇത് നമ്മളെ നബിദിനത്തിന്റെ പിരിവാണ്. അന്റെ എത്ര എഴുതണേ? ഒരു 200 എഴുതിയോളി എന്നാല്. എല്ലാരും 500 തരണം. 500 ആക്കല്ലേ? 500 എഴുതണോ? ആക്കണേ എഴുതാ. എന്നാ ഞാൻ 500 എഴുതിയോളല്ല. അപ്പത്താ കാട്ടണേ ബാപ്പുട്ടിയൊക്കെ 300 തന്നിട്ടുള്ളൂ. ഇപ്പൊ ഈ മാസം ഫുള്ള് പിരിവന്നേക്കാരം കൂട്ടാ. അസ്സലാമലൈക്കും. എവിടെ പോണേ? പണി തയ്ക്കലാണല്ലോ. എന്നങ്ങോട്ട് പേര് നമുക്ക് നബിദിനത്തിന്റെ ഒരു പിരിവുണ്ട്. പിരിവ് ഇപ്പൊ അവിടുന്ന് മേലെ മദ്രസ ഇപ്പൊ കൊടുത്തു വരിക. കളി മേലും തായം പറഞ്ഞിട്ട് അപ്പൊ ഈ തായ മദ്രസത്തായി കാട്ടണേ. 1000 എഴുതിയാൽ നമുക്ക് നിങ്ങൾ 100-150 എഴുതിയോളി. അത് പറഞ്ഞു 1000 ആക്കാം. ഇപ്പൊ ഇന്നത്തെ കൂലി കഴിഞ്ഞല്ലോ കൂട്ടാ. പറച്ചോനെ ആ വരുന്ന മാലില്ലാൻ പറ്റി. ഞങ്ങള് പണി തയ്ക്കലാണ്. ഞങ്ങള് റബീഉൽ അവ്വലിന്റെ പിരിവിലാണ്. എത്ര എഴുതണേ? പിരിവ് പറഞ്ഞപ്പോ ഇപ്പൊ ഇന്നത്തെ കൂലി പോരുന്ന വൈക്കലും മുഴുവൻ പിരിവ് കൊടുത്ത് കഴിഞ്ഞു കൂട്ടാ. അതൊരു 500 കാട്ടിയാ ഇവരും കൂടി പിരിച്ചുവിടാം. എനിക്ക് നാളത്തെ കൂലി ഞാൻ ശരിയാക്കാം. പൂപ്പിളിയെ ഈ കടം വാങ്ങിയിട്ടൊന്നും ഇതിന് പിരിവിന് തരണ്ട. അപ്പൊ നമ്മള് പിരിവിനെന്നല്ലേ? അജരെ ഇത് റബീഉൽ അവ്വലാണ്. നബിദിനം ആചരിക്കണ മാസമാണ്. ഇതൊരാളെയും കൊല്ലിക്കുറിച്ച് നടത്തേണ്ട കേസല്ല. ഒരാളെ അടങ്ങാറാക്കരുത് ഞാൻ നബി പഠിപ്പിച്ചു. പൂപ്പിയെ ഇത് കടം വാങ്ങിയിട്ടൊന്നും ഈ പിരിവ് തരണ്ട. അനക്കില്ല ടോക്കൺ ഞാൻ അവിടെ എത്തിച്ചും വിട്ടു. ഭക്ഷണം വാങ്ങാൻ ചടത്തണം പോലെ എന്നാല് പിന്നെ കുട്ടാ ഈ ചോറാൻ കടത്തണം കേട്ടോ. എല്ലാ കുറിച്ച് വരുന്നതാണ് ഈ വരാതൊക്കെ എന്ത് പേരും പറഞ്ഞാണ്. ഇതൊരു പാഠമാണ് കേട്ടോ. കാരണം നബിദിനമാണ്, നമ്മൾ ആഘോഷിക്കണം. നമ്മളെക്കൊണ്ട് കഴിയുന്നത് എന്താണോ അത് കൊടുക്കുക. ഒരുപാട് മദ്രസയിൽ ഉണ്ടാവില്ലേ ഇതേമാതിരി ദിവസക്കൂലിക്ക് ജീവിക്കുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് അവർ മേടിക്കുന്ന കൂലിയെക്കാട്ടിലും കൂടുതൽ ചോദിക്കുന്ന ചില മദ്രസകളുണ്ടാവും, ചില കമ്മിറ്റിക്കാരുണ്ടാവും. എല്ലാവരും പറയുന്നില്ല, ഒരുപാട് പേര് കണ്ടറിഞ്ഞ് സഹായിക്കുന്നുണ്ട്. ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ജനങ്ങളുണ്ടാവും. എന്തായാലും ആഘോഷങ്ങളാണ്, നമ്മൾ ആഘോഷിക്കണം. സാധാരണക്കാർ നമ്മൾ സാധാരണക്കാരായിട്ട് തന്നെ കാണണം. കാരണം ഒരു മഹലെടുത്ത് നോക്കിയാൽ എല്ലാവരും പണക്കാരാവണമെന്നില്ല. നബിദിനത്തിന് അവരെ കൊണ്ട് കഴിയുന്നൊരു സംഖ്യ അത് അവരാർ കൊടുക്കട്ടെ. നിങ്ങൾ എത്ര തരണം എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റിയും കുഞ്ഞൊക്കെ പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ നടത്താം എന്നുള്ളത് നബിദിനം ആഘോഷിക്കണം ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ വലിയ വലിയ സംഖ്യകളൊക്കെ മേടിച്ചിട്ട് നടത്തണം എന്ന് എവിടെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എന്തായാലും ഇതിൽ ആർക്കും എന്നോട് ദേഷ്യ വെറുപ്പൊന്നും തോന്നണ്ട. ഞാനൊരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് അവരാ വീഡിയോസിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. തിരിയേണ്ടവനക്ക് തിരിയും, എല്ലാത്തവനും ആ തിരിയാത്ത മാതിരി തന്നെ നടക്കും. നട്ടം തിരിന്ന് ഞാൻ പറഞ്ഞില്ല.